ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് വേണ്ടിയിട്ട് 21st എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കമിങ് ഓൾ ടു ദ സെഷൻ. അപ്പം നമ്മൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് മിക്കവാറും നമ്മളൊരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരാനുള്ള ചാൻസസ് പ്രോബബിലിറ്റി കൂടുതലാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഞാൻ ഓവർസിയർ എക്സാമിൻ്റെ നമ്മുടെ ഇതിനും ഫസ്റ്റ് ഇത് തന്നെ ഞാൻ ഓവർസിയർ എക്സാമിനും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരിക്കലും കോളിംഗ് പവന്റെ വേർഡ്സ് ഒന്ന് ഓർത്തിട്ട് തുടങ്ങാം. നമുക്ക് മാജിക് വഴി ഒരു ഡ്രീം നമ്മുടെ സക്സീഡ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നില്ല. ഇറ്റ് ടേക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. നമ്മുടെ ഒരുപാട് കഷ്ടപ്പാടും അതുപോലെ തന്നെ ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡ്രീം നമുക്ക് റിയാലിറ്റി ആയി മാറുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ഡ്രീം റിയാലിറ്റി ആക്കി മാറ്റാനായിട്ട് ദർ ഇസ് നോ ഷോർട്ട് കട്ടും മാജിക്കും ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മളത് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്കിപ്പം ഒരു വലിയ ഡ്രീം ആവട്ടെ ചെറിയ ഡ്രീം ആവട്ടെ ഏത് ഡ്രീം ആണെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോസിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. മൈൽഡ് സ്റ്റീൽ ബാർ ഓഫ് ലെങ്ത് 450 mm ടേപ്പേഴ്സ് യൂണിഫോംലി. ഒരു മൈൽഡ് സ്റ്റീൽ ബാർ ഉണ്ട്. ആ മൈൽഡ് സ്റ്റീൽ ബാറിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 450 mm ആണെന്ന്. അത് ടേപ്പർ ചെയ്ത് പോവാണ്. ഓക്കെ, ഇറ്റ് ഇസ് ടേപ്പേർഡ് ആൻഡ് ഇറ്റ് ഇസ് ടേപ്പറിങ് യൂണിഫോംലി ടേപ്പർ ചെയ്ത് പോവാണ്. ദ ഡയമീറ്റേഴ്സ് അറ്റ് ദ എൻഡ്സ് ആർ 36 mm ആൻഡ് 18 mm റെസ്പെക്റ്റീവ്ലി. എൻഡിലുള്ള ഡയമീറ്ററിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. 36 mm അതുപോലെ തന്നെ 18 mm ആണ്. ഓക്കെ, ടേപ്പേർഡ് ബാർ ആണ്. ടേപ്പേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിഫോം ക്രോസ് സെക്ഷൻ ആയിരിക്കത്തില്ല. ആൻഡ് ആക്സൽ ലോഡ് ഓഫ് 12 kN is applied on the bar. ഈ ബാറിൽ നമ്മളൊരു ആക്സൽ ലോഡായ 12 kN അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈസ് 2 × 10⁵ N/mm². Then the elongation of the bar. ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁵ N/mm² ആണെങ്കിൽ വാട്ട് ഇസ് ദ ഇലോങ്ങേഷൻ ഓഫ് ദ ബാർ? ബാറിന്റെ ഇലോങ്ങേഷൻ എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് ടേപ്പേർഡ് ബാറിൽ നിന്ന് വരുന്നതാണ്. ടേപ്പേർഡ് ബാറിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലിയും വരാറുണ്ട്, ഫോർമുലയായിട്ട് ഡയറക്ട്ലി ചോദിക്കാറുണ്ട്, ചിലപ്പോൾ നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാവുന്നതാണ്. വാട്ട് യുവർ ആൻസർ ഇസ് എന്നുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, സോ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനാണ്. നമുക്ക് ആയതുകൊണ്ട് കുറച്ചധികം കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലം ആയിരിക്കും. സോ നമുക്ക് ഓവർസിയർ പോലെ ഓവർസിയറിൽ 30 ക്വസ്റ്റ്യൻസ് പെർ ഡേ എന്ന് പറഞ്ഞെങ്കിലും നമ്മളൊരു 45 to 60 ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്ത ദിവസങ്ങളുണ്ട്. പക്ഷേ നമുക്ക് എയ്ക്ക് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്. നമ്മളൊരു 1 hour 15 minutes എടുത്തിരുന്നെങ്കിലും ഓവർസിയർ എക്സാംസിനൊക്കെ നമ്മൾ 60 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. അതായത് യു ഓൾ ട്രൈ ടു ഡു ആൻഡ് ടെൽ മീ ദ ആൻസർ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറവ് മതി. സോ ആൻസർ ഗായത്രി പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എലോങ്ങേഷൻ ഓഫ് ദ ബാർ അല്ലെങ്കിൽ ഡെൽറ്റ എൽ വിൽ ബി ഈക്വൽ ടു, നമുക്ക് എന്താണ് എലോങ്ങേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി PL/AE ആണ്. സോ ഇത് ടേപ്പേർഡ് ബാർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? PL/AEക്ക് പകരം 4PL/π d1 d2e. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 4 × പിയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ നമുക്ക് ലോഡ് 12 kN ആണ് തന്നിരിക്കുന്നത്. സോ 12 × 10⁵ ഇൻറ്റു ലെങ്ത് എത്രയാണ്? 450 mm ആണ്. ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു d1ന്റെ വാല്യൂ എത്രയാണ്? 36 ആണ്. ആൻഡ് d2 is 18 ഇൻറ്റു ഇയുടെ വാല്യൂ 2 × 10⁵. ഓക്കെ, സോ നമുക്ക് ഡെൽറ്റ എൽ ചെയ്യുമ്പോഴത്തേക്ക് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനകത്ത് 4 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. 10⁵ ഉം 10⁵ കൂടെ 10⁵ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് യു വിൽ ഗെറ്റ് ആൻസർ ഓപ്ഷൻ ബി 1/6π എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ആണോ? ഓപ്ഷൻ ബി ആണോ എല്ലാവർക്കും കിട്ടുന്നത്? യെസ്, ഓപ്ഷൻ ബി 1/6π mm. അതാണ് നമ്മുടെ ഇലോങ്ങേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ചിലപ്പോൾ ആ ഫോമിൽ മാത്രവും ചോദിക്കാം, അതല്ലെങ്കിൽ ഫോമിൽ വെച്ചിട്ടുള്ള ഇങ്ങനെ സിമ്പിൾ പ്രോബ്ലവും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ പോയ്സൺസ് റേഷ്യോ is mu, modulus of elasticity is
E, modulus of rigidity is C and bulk modulus is K. Mu is expressible in terms of K and C as. എന്താണ്? ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, പോയ്സൺസ് റേഷ്യോ മ്യൂ ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ആണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി സി ആണ്, ബൾക്ക് മോഡുലസ് കെ ആണെങ്കിൽ മ്യൂ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഇതിന്റെ ടേംസിൽ? 6k minus 2c divided by 3k minus 2c, 6k plus 2c divided by 3k minus 2c, 3k minus 2c divided by 6k plus 2c. ആൻസർ വേഗം പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി 3k plus 2c divided by 6k plus 2c. ബി ആണോ ഇതിന്റെ ആൻസർ? നോ, ബി അല്ല. വായിച്ച് നോക്കിയിട്ട് ആൻസർ പറയാം. മ്യൂ ഇസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് കെ ആൻഡ് യെസ്, ആൻസർ സി ആണ്. 3k minus 2c divided by 6k plus 2c. ഓപ്ഷൻ സി ഇസ് യുവർ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A mechanism shown in figure consists of equally long steel and copper wires which carry the applied load in equal shares. അതായത് ഇവിടെ ഒരു അപ്ലൈഡ് ലോഡ് ഉണ്ട്. ഈ അപ്ലൈഡ് ലോഡിന് ഈക്വൽ ഷെയർ ആയിട്ട് ഒരു സ്റ്റീൽ വയറും ഒരു കോപ്പർ വയറും ഉണ്ട്. സേ ഇവിടെ 110 ആണ് ഫോഴ്സ് എങ്കിൽ ഈ 110ന് 0.5 അങ്ങനെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഈക്വലി ഈ രണ്ട് വയേഴ്സും ട്രാൻസ്ഫർ ചെയ്തെടുക്കും. What shall be the ratio of the diameter of the copper wire to that of the steel wire when both the wires undergo equal strain? ഒരേ സ്ട്രെയിൻ ആണ് ഈ രണ്ട് വയറിനും വരുന്നതെങ്കിൽ ഈ ഒരു രണ്ട് വയറിന്റെ, അതായത് കോപ്പർ വയറിന്റെയും സ്റ്റീൽ വയറിന്റെയും ഡയാമീറ്റേഴ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കണ്ടുപിടിച്ചിട്ട് ആൻസർ പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ സ്ട്രെയിൻ ആണ്. ഈക്വൽ സ്ട്രെയിൻ ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈക്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈക്വലി ലോങ് സ്റ്റീൽ ആൻഡ് കോപ്പർ വയേഴ്സ് ആണ്. അപ്പോൾ ഒരേ ലെങ്ത് ആണ്. സ്ട്രെയിനും സെയിം ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി എൽ ബൈ എ ഓഫ് സ്റ്റീൽ വയർ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഓഫ് കോപ്പർ വയർ എന്ന് എഴുതാം. 1/√2. 1/√2 ആണോ ആൻസർ വരുന്നത്? ഓക്കെ, സോ നോക്കാം നമുക്ക്. ലോഡ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലെങ്ത്തും സെയിം ആണ്. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. നമുക്ക് ഇ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/ഏരിയ ഓഫ് സ്റ്റീൽ വയറിന്റെ ആണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ AS എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റു സ്റ്റീൽ വയറിന്റെ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 200 ഇസ് ഈക്വൽ ടു 1/A ഓഫ് കോപ്പർ ഇൻറ്റു കോപ്പറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 100 GP ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ്? വാട്ട് ഷാൽ ബി ദ റേഷ്യോ ഓഫ് ഡയാമീറ്റേഴ്സ് ആണ്. സോ 1/π/4 ഇൻറ്റു DS² ഇൻറ്റു 200 ഇസ് ഈക്വൽ ടു 1/π/4 ഇൻറ്റു DC² ഇൻറ്റു 100. ഓക്കെ, സോ π/4ഉം π/4ഉം രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് 100ന്റെയും സോ നമുക്ക് എന്ത് വരും? DC²/2DS² ഇസ് ഈക്വൽ ടു 1. ഓർ നമുക്ക് എന്തിൻ്റെയാണ്? റേഷ്യോ ഓഫ് കോപ്പർ DC/DS the whole square is equal to 2 or DC/DS is equal to √2 ആണോ എല്ലാവർക്കും കിട്ടിയ? ഓപ്ഷൻ എ √2. കുറെ പേര് ആദ്യം ഓപ്ഷൻ സി പറഞ്ഞു 1/√2. ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ √2 ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും തെറ്റിക്കരുത്. നമ്മൾ ഇതൊരു സമയം എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷന് സമയം കളഞ്ഞാലും കുഴപ്പമില്ല. സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടുന്ന ടൈം എടുത്തോളാം. നമുക്ക് ഒരുപാട് ഒന്നും എക്സാമിന് ഒത്തിരി ട്വിസ്റ്റിംഗ് ആയിട്ടൊന്നും മോസിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ തന്നെയാണ് IASനും, ഇതൊക്കെ തന്നെയാണ് IASന് ഇതിലും കുറച്ചുകൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് IAS എക്സാമുകളിൽ നിന്ന് വേറെ സ്റ്റേറ്റ് PSC ആണെങ്കിലും SSC JEക്ക് ആണെങ്കിലും എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോൾ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് റോങ്. നിങ്ങൾ ടൈം എടുത്ത് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? റഫ് പേപ്പർ ഉണ്ട്, പെൻ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ ഒരു സമയ വ്യത്യാസത്തിന് ഒരു മാർക്ക് കൊണ്ട് കളയണ്ടല്ലോ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇത് നിങ്ങൾ തന്നെ ചെയ്തോളൂ, നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓഫ് എ cylindrical bar of 25 mm diameter and 1.5 meter length is found to be 3 times the lateral strain in a tensile test. What is the value of bulk modulus by assuming E is 1 into 10 raised to 5 Newton per mm square? എന്താ പറഞ്ഞിരിക്കുന്നത്? Longitudinal strain of a cylindrical bar of എത്രയോ diameter and 1.5 meter length is found to be 3 times the lateral strain. Lateral strain 3 times ആണ് longitudinal strain എന്ന് പറയും. ഓക്കെ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്, അതായത് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അസ്യൂമിങ് ഇ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10 റൈസ് ടു 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ് തന്നിരിക്കുന്നത്. എന്ത്? ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 3 times ലാറ്ററൽ സ്ട്രെയിൻ ആണെന്നുള്ള കാര്യം. സോ അത് ഉപയോഗിക്കുക. നമുക്ക് മ്യൂ ഇസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? മ്യൂ ഇസ് ഈക്വൽ ടു, പറഞ്ഞോളൂ, ഇക്വേഷൻ പറയൂ. Poisson's ratio is equal to yes, option C is the correct answer. Minus of lateral strain by longitudinal strain. Okay, so mu is equal to എന്ത് വരും നമുക്ക്? യെസ്, ലാറ്ററൽ ബൈ ലോങ്ജിറ്റ്യൂഡിനൽ. നാളെ കുറവാണെന്ന് തോന്നുന്നല്ലോ, ഇന്ന് ആൻസർ പറയുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല എന്ന്. യെസ്, മിനി ഒക്കെ ഉണ്ട്, ഗൗതമി. യെസ്, കറക്റ്റ്, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് എത്താം. ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ലാറ്ററൽ സ്ട്രെയിൻ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. ഇനി നമ്മുടെ റിലേഷൻഷിപ്പ് എടുത്താൽ മതി. ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു എന്താണ് ഇക്വേഷൻ പറയൂ. യെസ്, ഓപ്ഷൻ ഇക്വേഷൻ പറയൂ. നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ ആൻഡ് ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇയുടെ വാല്യൂ എത്രയാണ്? 1 ഇൻറ്റു 10 റൈസ് ടു 5 ഇസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2/3 ഓർ 10 റൈസ് ടു 5 ഇസ് ഈക്വൽ ടു 3k ഇൻറ്റു 1/3. അപ്പം എന്ത് വരും നമുക്ക്? 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി. 1 ഇൻറ്റു 10 റൈസ് ടു 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ്. 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ഓപ്ഷൻ സി, 1 ഇൻറ്റു 10 റൈസ് ടു 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ലാറ്ററൽ സ്ട്രെയിനും ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ട് നമ്മൾ എന്തായിരുന്നു ആദ്യം കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പോയ്സൺസ് റേഷ്യോ ആണ്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും കിട്ടിയല്ലോ ഓപ്ഷൻ സി? ടൈപ്പിംഗ് എറർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഓർത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ അതെന്തെങ്കിലും ടൈപ്പിംഗ് എററാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 3 ഡയമെൻഷനൽ വോളിമെട്രിക് സ്ട്രെയിൻ വെച്ചിട്ട് ഈ എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അത് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? നമ്മൾ ആ ഒരു ഫസ്റ്റ് പോർഷനിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ നോക്കി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇലാസ്റ്റിക് കോൺസ്റ്റൻസിനെ കണക്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ട്. വേറെ ബുക്കുകളിലൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അത് നോക്കിക്കോളൂ. ഇവൻ ഇഫ് നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻസ് അറിയാമെങ്കിൽ നോക്കാതെ പോയാലും അവിടെ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? എ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ക്യാൻ ഹാവ് എ ചേഞ്ച് ഓഫ് സ്ലോപ്പ് ഓൺലി അണ്ടർ എ ട്രാൻസ്വേഴ്സ് ലോഡ്. ഒരു ട്രാൻസ്വേഴ്സ് ലോഡിന്റെ കീഴിൽ മാത്രമേ ബെൻഡിങ് മൊമെന്റിന് പെട്ടെന്ന് ഒരു സ്ലോപ്പ് ചേഞ്ച് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ബി, ദ ബെൻഡിങ് മൊമെന്റ് ഇസ് മാക്സിമം വേർ ഷിയർ ഫോഴ്സ് ഇസ് 0. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് 0 ആകുമ്പോഴാണ് മാക്സിമം ആവുന്നത്. നോൺ ലീനിയർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് പോസിബിൾ ഓൺലി ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് റീജിയൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് റീജിയനിൽ മാത്രമാണ് നോൺ ലീനിയർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അറ്റ് എവറി സപ്പോർട്ട് ഓഫ് എ കണ്ടിന്യൂസ് ബീം ദ മാക്സിമം വാല്യൂസ് ഓഫ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഇൻ ദ സ്പാൻ ആർ എക്സ്പീരിയൻസ്ഡ്. കണ്ടിന്യൂസ് ബീമിൽ അത് നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ബീമിന്റെ ഒരു അനാലിസിസിലേക്ക് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ബീമിന്റെ പോർഷനിൽ നിന്ന് പലതരത്തിൽ ഒരൊറ്റ ഫാക്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. SSCക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. നമുക്ക് ഇന്നേ വരെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ബട്ട് നാളെ നമുക്കിപ്പം നമ്മുടെ കഴിഞ്ഞ ഈ എക്സാമിനകത്ത് ഇങ്ങനെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് അല്ലെങ്കിൽ കപ്പിൾ വരുമ്പോഴത്തേക്കുള്ള നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു തുടങ്ങി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഇതിലേത് പോർഷൻ അല്ലെങ്കിൽ ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചത്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്. കമന്റ് ചെയ്തോളൂ.
ബി എന്തായാലും കറക്റ്റ് ആണ്. നോൺ ലീനിയർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇസ് പോസിബിൾ ഓൺലി ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് റീജിയൻ. കറക്റ്റ് അല്ലേ? നോൺ ലീനിയർ എപ്പോഴാണ് നമുക്ക് പാരാബോളിക് ആയിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോഴാണ്, ഒന്നെങ്കിൽ യു ഡി എൽ അല്ലെങ്കിൽ യു വി എൽ വരുമ്പോഴാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ വെരി വെരി കറക്റ്റ്. സി കറക്റ്റ് അല്ലേ? സി എന്താണ് കറക്റ്റ് അല്ലാത്തത്? ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് റീജിയൻ, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ലോഡ് വരുമ്പോൾ നമുക്ക് ലീനിയർ ബെൻഡിങ് മൊമെന്റ് ആണോ കിട്ടുന്നത്? കർവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പാരാബോളിക് ഷേപ്പ് ആണ്, ക്യൂബ് റേറ്റ് ഓഫ് ക്യൂബിലാണ് വരിക. Yes, option A is the correct answer. Bending moment diagram can have a change of slope only under a transverse load. Transverse load in the case മാത്രമേ നമുക്കൊരു ചേഞ്ച് ഓഫ് സ്ലോപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പോയിന്റ്. ഓപ്ഷൻ എ is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരുപാട് തരത്തിൽ ചോദിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ അനാലിസിസ് കുറച്ച് ടൈം എടുക്കും. അപ്പം നമുക്ക് ഒരു 5-10 മിനിറ്റ് ഇതിന്റെ അനാലിസിസിൽ പോകും. പക്ഷെ നിങ്ങൾ ആ ഒരു വാല്യൂ അനാലിസിസ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. നിങ്ങൾ ആ ഒരു വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചതിന് ശേഷം നമുക്ക് ഓവർ ഹാങ്ങിങ് ബീമിലേക്ക് പോവാം. ഓക്കെ, പലർക്കും അറിയാവുന്നതായിരിക്കും. ഒരുപാട് തരത്തിൽ ചോദിക്കാറുണ്ട്. പൈലിന്റെ കേസ് പറഞ്ഞിട്ട് പൈലിൽ ഇങ്ങനെ 2 ഭാഗം ഓവർ ഹാങ്ങിങ് കിടന്ന്, അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വേരിയേഷൻ വരാറുണ്ട്. അതിലൊരു വേരിയേഷൻ ആണിത്. ഇതൊരു ESCയുടെ ക്വസ്റ്റ്യൻ ആണ്. ESC 1998 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. A beam of length 10 meter carries a UDL of 20 kilonewton per meter over the entire length. അതായത് ഒരു ബീം ഉണ്ട് നമുക്ക്, മൊത്തത്തിൽ അതിന്റെ ലെങ്ത് 10 മീറ്റർ ആണ്. ഈ 10 മീറ്ററിൽ UDL ഉണ്ട്. ആ UDLന്റെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 20 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. 20 kilonewton per meter ആണ് UDLന്റെ വാല്യൂ. ഓവർ ഇറ്റ്സ് എൻറ്റയർ ലെങ്ത് ആൻഡ് റെസ്റ്റ് ഓൺ 2 സിമ്പിൾ സപ്പോർട്ട്. 2 സിമ്പിൾ സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു. ഇൻ ഓർഡർ ദാറ്റ് ദ മാക്സിമം bending moment produced in the beam is the least possible, the supports must be placed from the ends at a distance of. അതായത് നമുക്ക് ഈ കിട്ടുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്, അതായത് നമുക്ക് കിട്ടുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ, യെസ് ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം 2.07 ആണെന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ 2.07 എന്ന് പറയുന്നത് 10 മീറ്റർ ബീം ആയതുകൊണ്ടാണ്. ഓക്കെ, ആക്ച്വലി ഇത് 0.07 മീറ്റർ എന്നുള്ളതാണ്. 10 മീറ്റർ ആയതാണ് ഇത് 2.07 എന്ന് വന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, ഈ എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, സോ ദാറ്റ് എന്താണ് നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് പ്രൊഡ്യൂസ് ഇൻ ദ ബീം ഇസ് ലീസ്റ്റ് പോസിബിൾ. മാക്സിമം കിട്ടുന്ന ബെൻഡിങ് മൊമെന്റ് നമുക്ക് ലീസ്റ്റ് ആയിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ കേസ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സെന്ററിൽ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ, സപ്പോർട്ടിൽ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ, ഓക്കെ 0.207 ആണ്, കാണാതെ പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് അതുപോലെ സെന്ററിൽ വരുന്ന മൊമെന്റ്, ഈ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അതും ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഏതായാലും നോക്കാം. നിങ്ങൾ വേഗം അനാലിസിസിന് എന്നെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് വേഗം ഇതിന്റെ അനാലിസിസ് തീർക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ആ ഓവർ ഹാങ്ങിങ് ബീം ആണ്. ഓവർ ഹാങ്ങിങ് ബീമിൽ എനിക്ക് W per മീറ്റർ ലെങ്ത്തിലുണ്ട്. ആണ് എൻ്റെ സപ്പോർട്ടുകളുടെ ഇടയിലുള്ള ലെങ്ത്. ആൻഡ് ഐ എം പ്രൊവൈഡിങ് ആൻ ഓവർ ഹാങ് ഓഫ് AA ഓൺ ബോത്ത് സൈഡ്. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ. യെസ്, വിപിൻ പറഞ്ഞത് കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ സെനാരിയോ. ഇനി നമുക്ക് അറിയാം സിമെട്രിക്കൽ ആയതുകൊണ്ട് റിയാക്ഷൻ അറ്റ് ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B. റിയാക്ഷൻ അറ്റ് RA ആൻഡ് RB എന്തായിരിക്കും? നമുക്ക് സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ സിമെട്രിക് വെച്ചിട്ട്, അല്ലെങ്കിൽ RA plus RB is equal to നമുക്ക് എങ്ങനെ എഴുതാം? W per മീറ്റർ ആണ്, സോ W into L plus 2A ഇങ്ങനെ എഴുതാം അല്ലെ. RA plus RB is equal to W into L plus 2A എന്ന് എഴുതാം. അത് എഴുതുന്നതിൽ മിസ്റ്റേക്ക് ഇല്ലല്ലോ. ഓക്കെ, സോ നമുക്ക് സിൻസ് ഇത് ഒരു സിമെട്രിക്കൽ ലോഡിങ് ആയതുകൊണ്ട് RA is equal to RB is equal to W into L plus 2A by 2. രണ്ടും ഈക്വലി ഷെയർ ചെയ്തു പോകുന്നു റിയാക്ഷൻസ്. ഇതാണ് നമ്മുടെ എന്താ റിയാക്ഷന്റെ വാല്യൂ. റിയാക്ഷന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ വരയ്ക്കുകയാണ്. ഞാനിവിടെ ഈ ബീമിന് കുറച്ച് പേര് കൊടുക്കുകയാണ്. ദിസ് പോയിന്റ് C കൊടുക്കുകയാണ്. ആൻഡ് ദിസ് പോയിന്റ് ഐ എം നെയിമിങ് ഇറ്റ് ആസ് ക്യാപിറ്റൽ D. ഓക്കെ, അപ്പൊ ABCD എന്ന് പറയുന്ന ബീമാണ്. അപ്പൊ ഞാൻ ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് C എഴുതുകയാണ്. C എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ്, അതായത് ഇവിടെ ഞാനൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ W into X വരും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. C എന്ന് പറയുന്ന പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഷിയർ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് C is equal to 0. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് C is equal to 0. ഇനി അടുത്തത് ഞാൻ B എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് B. ഇവിടെ നോക്കൂ, എനിക്ക് B എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ ഇത് B പ്ലസ് എന്ന് കൊടുക്കുന്നു, ഇങ്ങോട്ട് B മൈനസ് കൊടുക്കുന്നു. B പ്ലസ് എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിന് അപ്പുറത്തെ സൈഡിലുള്ള പോയിന്റ് ആണ്,
അതായത് ഈ റിയാക്ഷൻ കമ്പണന്റ് കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി പ്ലസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? എനിക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ഉണ്ട്, എ ഡിസ്റ്റൻസിൽ പോകും. സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി പ്ലസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു എ. ഇനി ഇവിടെ നോക്കിക്കോളൂ, റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്, ഡൗൺവേർഡ് ആണ്, ദാറ്റ് ഇസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ഇട്ട. സൈൻ കൺവെൻഷൻ ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. റൺ ആണ് നമ്മുടെ കോഡ്, റൈറ്റ് സൈഡ് അപ്വേർഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് ബി മൈനസ്. ബി മൈനസ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്കുള്ള പോയിന്റ്. ഓക്കെ, ബി മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? ബി മൈനസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ. ഈ ഡബ്ല്യു ഇൻറ്റു എ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താണ്? ഈ ഡബ്ല്യു ഇൻറ്റു എ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു സെക്ഷനും കൂടി വരും. അതായത് ഈ ആർ ബി എന്ന് പറയുന്ന റിയാക്ഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് കൂടി മാറി വരും. സോ എത്ര വരും നമുക്ക്? ഡബ്ല്യു ഇൻറ്റു എൽ പ്ലസ് 2a ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ്, ഇത് നമുക്കിനി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എ മൈനസ് ഡബ്ല്യു എൽ ബൈ 2 മൈനസ് 2 ഇൻറ്റു ഡബ്ല്യു എന്ന് വരും. സോ ഡബ്ല്യു എയും ഡബ്ല്യുയും ക്യാൻസൽ ചെയ്ത് പോയി ഷിയർ ഫോഴ്സ് അറ്റ് ഡബ്ല്യു എൽ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടി. ഇനി ഇത് ബി മൈനസ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് അറ്റ് എ പ്ലസും ഉണ്ട്, ഷിയർ ഫോഴ്സ് അറ്റ് എ മൈനസും ഉണ്ട്. ഞാൻ ജസ്റ്റ് വാല്യൂസ് എഴുതി പോവാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. സ്റ്റെപ്പ് ഞാൻ കമന്റ് ചെയ്തേക്കാം ബാക്ക്. അല്ല, നമ്മൾ ഇത് എഴുതി പോയി കഴിഞ്ഞാൽ നമ്മുടെ വെബിനാർ ഫുൾ വേഗം കഴിഞ്ഞു പോകും. ഓക്കെ, ടൈം വേഗം കഴിഞ്ഞു. സോ നമുക്ക് ഡബ്ല്യു എ മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ പ്ലസ് 2a ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഡബ്ല്യു എല്ലും കൂടി വരും. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് എ മൈനസ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് യു വിൽ ഗെറ്റ് ആസ് മൈനസ് ഡബ്ല്യു എൽ ബൈ 2. ഇതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് എ മൈനസ്, ഞാൻ വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ, സോറി എ പ്ലസ് എഴുതി. ഇനി എ മൈനസ് ആണ്, എ മൈനസിൽ മൈനസ് ഡബ്ല്യു എ ബൈ എൽ. ഇങ്ങനെ വാല്യൂസ് വരും ഷിയർ ഫോഴ്സ്. എന്തിനാണ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് ഒന്നും അല്ല എക്സാമിന് വേണ്ട, നമുക്ക് വേണ്ടത് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ആണ്. അപ്പോൾ അത് എഴുതുകയാണ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ബീം ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ്. ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് വേഗം വരച്ചിട്ട് വിൽ ഗോ ഫോർ ദ ബെൻഡിങ് മൊമെന്റ്. സോ ഇതാണ് നമ്മുടെ ബീമിന്റെ നേച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെയൊക്കെ നമുക്ക് പോയിന്റ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇവിടെ എത്രയാണ്? 0 ആണ്. അതിനുശേഷം നമുക്ക് ഈ പോയിന്റിൽ നമുക്കൊരു ലീനിയർലി വേരിയിങ് വരും, ബിക്കോസ് യു ഡി എൽ ആയതുകൊണ്ട് നമുക്ക് ഡബ്ല്യു ഇൻറ്റു എ പോസിറ്റീവ് ഉണ്ട്. ഇവിടെ എന്താണ്? നമുക്ക് മൈനസ് ഡബ്ല്യു എൽ ബൈ 2 ആണ് വരുന്നത്. ആൻഡ് ഈ സൈഡിൽ നമുക്ക് പ്ലസ് ഡബ്ല്യു എൽ ബൈ 2 ഉണ്ട്. താഴേക്ക് വീണ്ടും മൈനസ് ഡബ്ല്യു എ. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇ. ഓക്കെ, ആൻഡ് സോ ദിസ് ഇസ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് നമുക്ക് ഓരോ പോയിന്റിലും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിസ് ഇസ് എ ബി, നമ്മൾ എ ബി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, സി. ഇതാണ് നമ്മുടെ ബീമിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഇനി എന്താണ്? ഓരോ പോയിന്റിനെയും ഷിയർ ഫോഴ്സ് വരയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉണ്ടെങ്കിൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം ഡിയും എയും ഉണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റിന്റെ മൊമെന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് ഡയഗ്രത്തിന്റെ സബ്ട്രാക്ട് മീൻ ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മൊമെന്റിന്റെ വാല്യൂസ് കിട്ടും. അതായത് ഇതിൽ പഠിച്ചു വെക്കേണ്ട വാല്യൂ മൊമെന്റ് അറ്റ് ദ സെന്റർ, അല്ലെങ്കിൽ സെന്റർ അല്ല, ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അത് ഫൈനൽ വാല്യൂ പഠിച്ചു വെക്കുക. എൽ സ്ക്വയർ മൈനസ് 4a². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് W/8 ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് 4a². ഓക്കെ, ഇതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ അറ്റ് ഇ എന്ന് പറയുന്നത് W/8 ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് 4a. നിങ്ങളൊന്നുമില്ല, ഏതെങ്കിലും രണ്ട് പോയിന്റ് ആദ്യമേ എയും ആയിട്ട് എടുത്തിട്ട് എയും ഇയും തമ്മിലുള്ള ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും, ഈ ഒരു വാല്യൂ കിട്ടും. സിംപ്ലിഫൈ ചെയ്തെടുത്ത വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എ എന്ന് പറയുന്ന അറ്റ് ദ പോയിന്റ് എ, എം എയിൽ കിട്ടുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് WA²/2. എന്തിനാണ് ഇത് രണ്ടും പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത് അറ്റ് ദ സപ്പോർട്ടിലുള്ള മൊമെന്റും ഇ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റും ഈക്വൽ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ, അങ്ങനെ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇയിലെ മൊമെന്റിന്റെ വാല്യൂ എയുടെ മൊമെന്റിന്റെ വാല്യൂ നിർബന്ധമായും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അവിടെ ഇരുന്ന് ചെയ്ത് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, നമ്മൾ ചെയ്താൽ എത്തിച്ചേരത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ME ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമുക്ക് 2-3 കേസുകളുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 2a വരുന്ന കേസ്.
ഓക്കെ, എൽ 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a² വരും. സോ ME ഈസ് ഈക്വൽ ടു 0 വരും. അതായത് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വന്നിട്ട് നമ്മുടെ പാരാബോളിക് വന്നിട്ട് ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ 0 ആവും. അതായത് ഇവിടെ 0 ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ഷേപ്പ് വരിക, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഗ്രേറ്റർ ദാൻ 2a വരും. L ഗ്രേറ്റർ ദാൻ 2a വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ ടേം എന്ന് പറയുന്നത് വലുതായി പോകും. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ME-യുടെ ടേം പോസിറ്റീവായി മാറും. പോസിറ്റീവ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താണ്, ഈ ഒരു ഇതാണ് ലൈൻ, ഇതിന്റെ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ, അതായത് L ലെസ് ദാൻ 2a. ഇങ്ങനെ 3 കേസസ് ആണ് വരിക. 3 കേസിലും ആ ഒരു ഷേപ്പ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു 0 ആവുന്ന കേസിലാണ് ഇതുപോലെ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വരുന്നതും ഇതുപോലെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെ നമുക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസ് ഈ ഒരു വാല്യൂസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഇനി വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? സപ്പോർട്ടിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറി, നമ്മുടെ എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി സപ്പോർട്ട് കൊടുക്കണം, സോ ദാറ്റ് എന്താണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിനിമം ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഒരു പോർഷനൂടെ കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. അതായത് ആ ഒരു രീതിയിലേക്ക്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നതാണ്. ഞാനത് റിലേറ്റഡ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്ത് ഇന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലെങ്ത് ഷുഡ് എയ്തർ ഓവർഹാങ് സോ ദാറ്റ് ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു 0 അറ്റ് ദ സെന്റർ. ഈ എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിന്റെ എത്ര പെർസെൻറ്റേജ്, L ലെങ്ത് ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ എത്ര പെർസെൻറ്റേജ് രണ്ട് സൈഡിലും ഓവർഹാങ് ചെയ്ത് കൊടുക്കണം. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലെങ്ത്തിന്റെ എത്ര ശതമാനം രണ്ട് സൈഡിലും വി വിൽ ഹാവ് ടു പ്രൊവൈഡ് ആസ് ഓവർഹാങ് സോ ദാറ്റ് സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അപ്പൊ നമുക്ക് സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ അറിയാം. എന്താണ് വരിക? W/8 ഇൻറ്റു L സ്ക്വയർ മൈനസ് 4a². ഇത് 0 ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 0 ആവണമെങ്കിൽ എത്ര ലെങ്ത് കൊടുക്കും? അപ്പൊ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇസ് ഈക്വൽ ടു 0 എടുത്തു കൊടുക്കുക. അപ്പൊ എന്ത് വരും? L സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a² എന്ന് വരും. അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് L ഇസ് ഈക്വൽ ടു 2a എന്ന് കൊടുക്കാം. അതായത് നമ്മുടെ L എന്ന് പറയുന്നത് 2a ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബീമിന്റെ ടോട്ടൽ ലെങ്ത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A ഉണ്ട്, ഇപ്പുറത്തൊരു A ഉണ്ട്, നടുക്കൊരു L ഉണ്ട്. സോ എന്ത് വരും? L പ്ലസ് 2a വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? L പ്ലസ് 2a ആണ്. ഇനി നമുക്കറിയാം L ഇസ് ഈക്വൽ ടു 2a. എങ്ങനെയാണ് L ഇസ് ഈക്വൽ ടു 2a കിട്ടിയത്? നമ്മൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ ഇസ് ഈക്വൽ ടു 0 കിട്ടി. ഓക്കെ, യെസ്, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 25% കറക്റ്റ് ആണ്, പറഞ്ഞു വരികയാണ് അതിലേക്ക് നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? നമ്മൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ 0 ആണ്. ആ ബെൻഡിങ് മൊമെന്റ് സെന്ററിന്റെ വാല്യൂ, നിങ്ങൾ ആ സെന്ററിന്റെ വാല്യൂ വന്ന ഞാൻ പറഞ്ഞ നേരത്തെ 2-3 സ്റ്റെപ്പുകൾ ഒഴിവാക്കി ഈ ഒരു വാല്യൂ പഠിച്ചു വെച്ചാലും മതി, വേറൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എല്ലിന്റെ വാല്യൂ 2a എന്ന് കിട്ടി. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L പ്ലസ് 2a ആണ്. സോ എല്ലിന് പകരം ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? 2a. സോ 2a പ്ലസ് 2a, ടോട്ടൽ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? 4a കിട്ടി. സോ ടോട്ടൽ ലെങ്ത് നമുക്ക് 4a എന്ന് കിട്ടി. നമുക്ക് എന്താ അറിയേണ്ടത്? എത്ര ടോട്ടൽ ലെങ്ത്തിന്റെ ഓവർഹാങ് ആയിട്ട് കൊടുക്കണം? നമ്മൾ രണ്ട് ഭാഗത്തും കൊടുക്കുന്ന ഓവർഹാങ് സ്മോൾ a ആണ്. ഓക്കെ, സോ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഓവർഹാങ് എന്ന് പറയുന്നത്, ഓവർഹാങ് ഇസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന എത്രയാണ്? A. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 4a ഇൻറ്റു 100. ദാറ്റ് ഇസ് ക്യാൻസൽ 100/4, 25%. അതായത് ടോട്ടൽ ലെങ്ത്തിന്റെ 25% നമ്മൾ ഓവർഹാങ് ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെന്ററിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിട്ട് കിട്ടും. അപ്പൊ ഇതൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ആ ഒരു റിലേറ്റഡ് വരുന്ന കാര്യമായതും ഈ ഒരു ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഇനി അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് അടുത്ത ഇതിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സപ്പോർട്ട് ഇസ് ഈക്വൽ ടു ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ A ആൻഡ് L? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സെന്ററിലും അതായത് E അതുപോലെ തന്നെ സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെന്റും ഈക്വൽ ആണെന്നും പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെന്ററിലെ ബെൻഡിങ് മൊമെന്റും പഠിക്കണം, എഡ്ജിലെ ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റും പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റും സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെന്റും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റ് വാല്യൂ നമുക്കറിയാം W/8 ഇൻറ്റു L സ്ക്വയർ മൈനസ് 4a² ഇസ് ഈക്വൽ ടു A. സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ WA² /2 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഡബ്ല്യൂയും ഡബ്ല്യൂയും ക്യാൻസൽ ചെയ്ത് പോയി. ഇതിൽ നിന്ന് യു വിൽ ഗെറ്റ് ദ റിലേഷൻഷിപ്പ് L²/4 2 2 L²/4 is equal to എന്ത് വരും നമുക്ക്? L²/4 minus A² is equal to A², അല്ലെങ്കിൽ L²/4 is equal to 2A² or L is equal to 8A². 4 into 2 വരും, അപ്പോൾ 2√2A എന്ന് വരും. യെസ്, 2√2A. അതായത് L is equal to 2√2A എന്ന് കിട്ടി. അതായത് സ്മോൾ എ എത്ര ഓവർഹാങ് കൊടുക്കണം? is equal to L/2√2. ഈ റിലേഷൻഷിപ്പാണ് രണ്ടാമത് ഈ ഭാഗത്ത് നിന്ന് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം നമ്മൾ പറഞ്ഞു ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ 0 ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലെങ്തിന്റെ എത്ര പെർസെൻറ്റേജ് രണ്ട് ഭാഗവും ഓവർഹാങ്ങിങ് കൊടുക്കണം? 25%. നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ 25% എന്നുള്ള വാല്യൂ പഠിച്ചു വെക്കുക. അടുത്ത ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് സ്മോൾ എ ആണോ? അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത് ഇതാണ് നമ്മുടെ ബീം എന്ന് വിചാരിക്കുക. ടോട്ടൽ ലെങ്ത് ബിറ്റ്വീൻ ദ സപ്പോർട്ട് ക്യാപിറ്റൽ എല്ലും ഓവർഹാങ് ആയിട്ട് കൊടുക്കുന്നത് സ്മോൾ എയും ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാതിരുന്നതാണ്. എ എന്താണെന്ന് മനസ്സിലായോ? അപ്പം ഐഷ, എ എന്ന് പറയുന്നത് ഓവർഹാങ്ങിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലെങ്ത് ആണ്. ആ 25% കിട്ടിയത് എങ്ങനെയാണ്? 25% നമുക്ക് കിട്ടിയത് നമ്മൾ എന്താ ചെയ്തത്? ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ. ഒരു സെക്കൻഡ്, ഷോ യു ദ സ്ലൈഡ്. സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ ഇസ് ഈക്വൽ ടു 0 എന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ ആണ് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ. അത് നമ്മൾ 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്തു. W/8 എന്തായാലും 0 ആവാൻ പറ്റത്തില്ല, ബിക്കോസ് ലോഡിങ് ഇസ് നോട്ട് 0. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ടേമിന് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. L² ഇസ് ഈക്വൽ ടു 4A². അതിന്റെ റൂട്ട് എടുത്തു. L ഇസ് ഈക്വൽ ടു 2A. ഓക്കെ, അപ്പൊ L ഇസ് ഈക്വൽ ടു 2A കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബീമിന്റെ ടോട്ടൽ ലെങ്ത് എടുത്ത് നോക്കൂ. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ഉണ്ട്, രണ്ട് സൈഡും Aയും ഉണ്ട്. ദാറ്റ് ഇസ് L പ്ലസ് A പ്ലസ് A. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L പ്ലസ് 2A. ഇതിൽ നമ്മൾ ഓൾറെഡി L ഇസ് ഈക്വൽ ടു 2A എന്നുള്ള റിലേഷൻഷിപ്പ് ബെൻഡിങ് മൊമെന്റ് 0 ആണെന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഈ Lന് പകരം 2A ഇട്ട് കൊടുത്തു. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 4A എന്ന് കിട്ടി. എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്ന? ഓവർഹാങ് ടോട്ടൽ ലെങ്ത്തിന്റെ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം? അപ്പൊ ഓവർഹാങ് എന്ന് പറഞ്ഞാൽ സ്മോൾ എ ആണ്, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4A ആണ്. സോ A/4A into 100%, which will be equal to 25%. ഇങ്ങനെയാണ് വന്നത്. ക്ലിയർ ആണോ? ആർട്ടിസ്റ്റിക് ക്രിയേറ്റർ മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? ഓക്കെ, സോ അടുത്ത കേസ് നമ്മൾ പറഞ്ഞത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സപ്പോർട്ട്. ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയാമോ? ഇൻ ഓവർഹാങ്ങിങ് സമ്മപ്പ് ചെയ്ത്. യെസ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഫസ്റ്റ് കേസ് പറഞ്ഞത് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ വരുമ്പോഴത്തേക്ക് എത്ര ലെങ്ത് കൊടുക്കണം? 25%. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്ററും സപ്പോർട്ടും ഈക്വൽ ആയി വരുമ്പോൾ എന്താണ് എല്ലും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം എല്ലും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് A is equal to L/2√2 എന്നുള്ളത്, അല്ലെങ്കിൽ L is equal to 2√2A. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഈ ഒരു രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ബസ് ഓവർഹാങ് ബോത്ത് സൈഡ്സ് അല്ലേ, അപ്പോൾ 25% അത് അല്ലല്ല, 2 സൈഡ്സിന്റെ തന്നെയാണിത്. 2 സൈഡ്സ് ഓവർഹാങ് വരുമ്പോൾ തന്നെയാണ് 25%, 1 സൈഡ് വരുമ്പോഴല്ല. ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് ആണ് ഇത് ഓർത്ത് വെക്കേണ്ടത്. റിലേഷൻ ബിറ്റ്വീൻ A ആൻഡ് L വെൻ എന്താണ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്ററും സപ്പോർട്ടും ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര പെർസെൻറ്റേജ്, അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബീം 10 മീറ്റർ ആണ്. നമുക്ക് അതിനകത്ത് UDL ഉണ്ട് 20 kN/m. ഇൻ ഓർഡർ ദാറ്റ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് പ്രൊഡ്യൂസ് ഇൻ ദ ബീം ഇസ് ലീസ്റ്റ് പോസിബിൾ. അതായത് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കിട്ടുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം ആയിരിക്കും. ആ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ ഓൾറെഡി കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മോൾ എ. നമുക്ക് ഈ ഒരു സ്മോൾ എ, അതായത് ഈ എൻഡിൽ നിന്നും നമ്മൾ എത്ര മാറി സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള കാര്യം. അതായത് സ്മോൾ എ ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് ഓഫ് ദ ബീം, ബീമിന്റെ എൻഡിൽ നിന്നും സപ്പോർട്ട് നിൽക്കേണ്ട ആ ഒരു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.207 L. ഇതാണ് റിലേഷൻഷിപ്പ്. വാട്ട് എവർ ബി ദ ലോഡിങ്, ഏത് ലോഡിങ് ആയിക്കോട്ടെ, ഓക്കെ, ലോഡിങ്ങിന് വാല്യൂ എന്ത് വേണേലും ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇതാണ്. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് ഇതാണ്. ഈ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. എപ്പോഴാണ് നമുക്ക് ഈ കിട്ടുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് മിനിമം ആയി മാറേണ്ട കേസ്, അതായത് ഓവർഹാങ്ങിങ് ഷുഡ് ബി ഈക്വൽ ടു 0.207 L. അപ്പം നമുക്ക് ഇവിടെ എന്താണ് 0.207 ഇൻറ്റു ലെങ്ത് ഓഫ് ദി ബീം ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 10 മീറ്റർ. സോ
2.07 മീറ്റർ മാറി എൻഡിൽ നിന്നും നമ്മൾ എന്ത് കൊടുക്കണം? സപ്പോർട്ട് കൊടുക്കണം. ദാറ്റ് ഇസ് നമ്മൾ കൊടുക്കേണ്ട ഓവർഹാങ്ങിന്റെ വാല്യൂ എന്ന് ചോദിച്ചാലും ഇറ്റ് ഇസ് ഈക്വൽ ടു 2.07 മീറ്റർ. ഓക്കെ, അപ്പൊ 3 റിലേഷൻഷിപ്പ് ആണ് പഠിച്ചത് ഓവർഹാങ്ങിങ് ബീമിന്റെ. ഒന്നാമത്തെ കേസ് എന്തായിരുന്നു? സെന്ററിലെ ബെൻഡിങ് മൊമെന്റ് 0 ആകുമ്പോഴത്തേക്ക് എത്ര ടോട്ടൽ ലെങ്ത് എല്ലായിട്ട് വരുന്ന കേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിയെടുക്കണം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടുകളുടെ ഇടയിലുള്ള ലെങ്ത് ആണ് സ്മോൾ എൽ, ക്യാപിറ്റൽ എൽ. ഓവർഹാങ്ങിങ് എ രണ്ട് സൈഡിൽ കൊടുക്കുന്നു. യെസ്, ബീം ഓഫ് ഇവിടെ ടോട്ടൽ ലെങ്ത് ആണ് കേട്ടോ. ഈ കേസ് അല്ലേ നിങ്ങൾ ചോദിച്ചത്? ഓക്കെ, ഓക്കെ. അപ്പം ബെൻഡിങ് മൊമെന്റ് മിനിമം ആവേണ്ട കേസിൽ ലെങ്ത്തിന്റെ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 2.207 L ആണ്. സോ ഇതാണ് തേർഡ് കേസ്. ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് പെർസെൻറ്റേജ് ഓഫ് ഓവർഹാങ് കൊടുക്കേണ്ടത്. സെക്കൻഡ് കേസ് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത സെഷനിൽ ഞാൻ ഈ ലെങ്ത് ടോട്ടൽ എല്ല് വരുന്ന ഒരു കേസിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറും. ആ ക്വസ്റ്റൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ സപ്പോർട്ടുകളുടെ ഇടയിൽ എല്ല് വരുന്നതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ടോട്ടൽ ലെങ്ത് വരുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ചേഞ്ച് ഒന്നുമില്ല, നമുക്ക് നോർമലി ഒരു കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ അതിന്റെ ഒരു ക്വസ്റ്റൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാം, സോ ദാറ്റ് ഈ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. ഞാൻ ഈ ഒരു സെഷനിൽ അത് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പം ഈ 3 കേസ്, ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ ഇസ് ഈക്വൽ ടു 0, രണ്ടാമത്തെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്ററും സപ്പോർട്ടും ഈക്വൽ ആകുമ്പോഴുള്ള കണ്ടീഷൻ, ലെങ്ത്തും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവർഹാങ് ബീമിന്റെ ഈ എന്താണ്, ഏത് കേസാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്ത് മിനിമം ആവുന്ന കേസ്. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെൻഡിങ് മൊമെന്റ്, ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം. ദ ബെൻഡിങ് മൊമെന്റ് ഫോർ വിച്ച് ദ ബീം ഷുഡ് ബി ഷോൺ ബിലോ ഇസ് ടു ബി ഡിസൈൻഡ്. അതായത് നമുക്ക് ഒരു ഓവർഹാങ്ങിങ് ബീം തന്നെയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ലോഡ് 10 kN/m തന്നിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ടുകൾക്കിടയിലുള്ള സ്പാൻ 8 മീറ്റർ തന്നിട്ടുണ്ട്. 2 മീറ്റർ ഓവർഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മിസ് 10 മീറ്റർ, യെസ്, നമുക്കത് നാളത്തെ സെഷനിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. ആ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ സിമിലർ ഒരു ക്വസ്റ്റ്യനോട് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യനോട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ക്ലിയർ. ഓക്കെ, ഇപ്പം ഞാനത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാലേ ആ ടോട്ടൽ ലെങ്ത് എല്ല് വരുന്ന കേസും ഈ സപ്പോർട്ടുകളുടെ ഇടയിൽ വരുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാം, സോ ദാറ്റ് ഈ ഒരു പോർഷന്റെ കൺഫ്യൂഷൻ ഫുൾ മാറും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. എന്താണ് ബെൻഡിങ് മൊമെന്റ് ഫോർ വിച്ച് ദ ബീം ഷോൺ ബിലോ ഇസ് ടു ബി ഡിസൈൻഡ്? ഈ ഒരു പർട്ടിക്കുലർ ബീം ഡിസൈൻ ചെയ്യേണ്ട ബെൻഡിങ് മൊമെന്റ്, അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിരിക്കുമല്ലോ ഡിസൈൻ ചെയ്യുന്നത്. എത്രയാണ് വരിക? നമ്മുടെ സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. W/8 × L² - 4A². യെസ്, നമ്മളിപ്പോൾ പറഞ്ഞ കേസ് സപ്പോർട്ടുകളുടെ ഇടയിൽ ലെങ്ത് വരുന്നതാണ് പറഞ്ഞത്. 700 600 ഒക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചൊരു കേസ് വരാറുണ്ട്, ടോട്ടൽ ലെങ്ത് എല്ല് വന്നിട്ട് അതിനിടയ്ക്ക് നമുക്ക് ഓവർഹാങ് വരുന്നത്. അതിന്റെ കേസ് നമുക്ക് നാളെ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ W വാല്യൂ തന്നിട്ടുണ്ട്, 100 ആണ്. 100/8 × L². അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾ? ഇതുപോലെ പൈലിന്റെ കേസ് ചോദിച്ചിട്ടുണ്ട്. പൈലുണ്ട്, പൈലിന്റെ പുറത്ത് ഇങ്ങനെയാണ് ലോഡ് വരുന്നത്, രണ്ട് ഭാഗം നമുക്ക് ഓവർഹാങ് പോകുന്നുണ്ട്. അങ്ങനെയാണ് വാട്ട് ഇസ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ വിച്ച് ദ പൈൽ ഇസ് ടു ബി ഡിസൈൻ, അങ്ങനെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പല രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ മാറി ചോദിച്ചിട്ടുണ്ട്. ESCയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എന്തായാലും അതൊക്കെ പഠിച്ചു നോക്കുക. ഇത് ESC 2003 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളൂ. 600 ഇസ് ദ കറക്റ്റ് ആൻസർ. 600 kN/m കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ആ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. സെന്ററിലെ മൊമെന്റിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എ സോയിൽ, ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ ആൻസർ പറയണം. ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എ സോയിൽ ബിലോ വിച്ച് സോയിൽ വോളിയം ബിക്കംസ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് ആസ്? യെസ്, ഷ്രിങ്കേജ് ലിമിറ്റ്. എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു സോയിൽ എടുത്തു, സോയിലിനകത്ത് കുറേ സോളിഡ്സ് ഉണ്ടാവും, നമ്മൾ കുറേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഇനിഷ്യലി ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഈ വെള്ളം എല്ലാം എവിടെ പോകും? ഇതിനിടയിലുള്ള വോയിഡ് സ്പേസിൽ പോകും.
അല്ലെ? വോയിഡ് സ്പേസിൽ പോവും, പ്രൊവൈഡഡ് ഇതിന്റെ വോളിയത്തിന് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ബിലോ വിത്ത് സോയിൽ വോളിയം ബിക്കംസ് കോൺസ്റ്റന്റ്. സോയിൽ വോളിയം കോൺസ്റ്റന്റ് ആയി മാറുന്നത്, അതായത് ഇൻക്രീസ് ഒന്നും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വരും ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താണ് WS അഥവാ ഷ്രിങ്കേജ് ലിമിറ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ എ 2D stress system is characterized by direct stresses of 40 MPa compressive and 80 MPa tensile on two mutually perpendicular planes. Shear stress is absent on these planes. The maximum shear stress at this point along a duly defined plane is. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് മോസ്റ്റ്ലി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. A state of stress at a point in a 2D stress system. ഒരു 2D stress systemത്തിൽ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് സ്ട്രെസ്സസ് ഉണ്ട്. രണ്ട് ഡയറക്റ്റ് സ്ട്രെസ്സസ്, ഒന്ന് 40 MPa കംപ്രസീവും രണ്ടാമത്തത് 80 MPa ടെൻസൈലും ആണ്. ഓക്കെ, രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആണ്. അവിടെ ഷിയർ സ്ട്രെസ് ആബ്സെന്റ് ആണ്. 20 ആണോ ആൻസർ വരിക? ദ മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് ദിസ് പോയിന്റ് 20 കിട്ടിയതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. 40/2 എടുത്ത് കാണും. ഇവിടെ ക്വസ്റ്റ്യൻ അതാ ഞാൻ പറഞ്ഞത്, നിർത്തി വായിച്ചു നോക്കുക. 60 ഇസ് ദ കറക്റ്റ് ആൻസർ. 60 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻസൈലും അടുത്ത ഫോഴ്സ് കംപ്രസീവ് ആണ്. സോ നമ്മൾ സബ്ട്രാക്ട് ചെയ്തെടുത്താൽ മതിയോ? പോരാ. 80 - -40 divided by 2, that is 120/2, which will be equal to 60. ഓപ്ഷൻ സി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. എനിക്കറിയാം കുറേ പേരെങ്കിലും ഇത് തെറ്റിക്കും. ഓപ്ഷൻ 20 അല്ല, എന്താണ് നമുക്ക് ആൻസർ വരിക? 60 ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക കേട്ടോ. ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു σ1 - σ3/2. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് SSCക്ക് ഇഷ്ടം പോലെ, SSCGയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് കുറേ ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ. ആ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വന്നോളൂ. യെസ്, -40 - 80/2 കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A simply supported beam of span L and flexural rigidity EI carries a unit load at its center. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, അതിന്റെ സ്പാൻ L ആണ്, ഫ്ലെക്സുറൽ റിജിഡിറ്റി EI ആണ്, ഒരു ലോഡ് സെന്ററിൽ ക്യാരി ചെയ്യും. സ്ട്രെയിൻ എനർജി ഇൻ ദ ബീം ഡ്യൂ ടു ബെൻഡിങ്. വേഗം പറയൂ സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ. ആൻസർ പറഞ്ഞോളൂ. ആൻസർ സി. സി ആണ് കറക്റ്റ് ആൻസർ. എയോ? സി കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? സിമ്പിൾ ആണ്. ആക്ച്വലി നമുക്ക് സ്ട്രെയിൻ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ½ × W × δ ആണ്. ½ × W × δ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആണ്. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നടുക്ക് കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നാൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്താ വരിക? WL3/48 EI. യൂണിറ്റ് പോയിന്റ് ലോഡ് ആണ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. യൂണിറ്റ് പോയിന്റ് ലോഡ് അറ്റ് ഇറ്റ് സെന്റർ. സോ ഡബ്ല്യുവിന്റെ വാല്യൂ എന്ത് വരും? 1 വരും. സോ L3/2 × 48 EI. യെസ്, ½ × ലോഡ് × റിഫ്ലക്ഷൻ കറക്റ്റ് ആൻസർ ആണ്. എ അനുശ്രീ PP ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. എ അല്ല കറക്റ്റ് ആൻസർ. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ½ × ലോഡ് × ഡിഫ്ലക്ഷൻ. സ്ട്രെയിൻ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വെക്കാം. ഇത് PSC 1996 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A dry soil has a mass specific gravity of 1.35. If the specific gravity of solids is 2.7, then the void ratio will be.
എന്താണ് നമ്മുടെ ഇക്വേഷൻ? ജി എം ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ പറയൂ, ജി ഇൻറ്റു ഇക്വേഷൻ പറയൂ. 1 ആണോ എല്ലാവർക്കും കിട്ടുന്ന ആൻസർ? കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ കമൻറ്റ് വരുന്നത്. യെസ്, 1 എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? Yes, you can use any equation. Any equation you can use. gm into 1 minus n എന്നോ 1g by 1 plus c എന്നോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ലോട്ട് ഓഫ് ഇക്വേഷൻ ഉണ്ട്. ഏറ്റവും എളുപ്പം ഓർത്ത് വെക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്. സോ യൂസ് ദിസ് ഇക്വേഷൻ, gm by gs minus 1. ഓക്കെ, സോ 1 കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ആൻസർ തന്നെ ചെയ്തോളൂ. എ ഫിൽ ഹാവിംഗ് എ വോളിയം ഓഫ് 1,50,000 cubic meter ഇസ് ടു ബി കൺസ്ട്രക്റ്റഡ് അറ്റ് എ വോയിഡ് റേഷ്യോ ഓഫ് 0.8. ഒരു ഫില്ലുണ്ട്, അതായത് നമുക്കൊരു ഫില്ല്, ഒരു ജസ്റ്റ് ഒരു ഫില്ലിങ്ങനെ ഫില്ലുണ്ട്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1,50,000 ആണ്. അത് നമുക്ക് ഒരു വോയിഡ് റേഷ്യോ 0.8 കൺസ്ട്രക്ട് ചെയ്യണം. ദ ബോറോ പിറ്റ് ഹാസ് എ വോയിഡ് റേഷ്യോ ഓഫ് 1.4. നമ്മൾ ഈ ഒരു ഫില്ല് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോറോ പിറ്റ്, മണ്ണെടുക്കുന്ന ഒരു കുഴി ഉണ്ടാവും. ആ ബോറോ പിറ്റിന്റെ വോയിഡ് റേഷ്യോ 1.4 ആണ്. ദ വോളിയം ഓഫ് സോയിൽ റിക്വയർഡ് ഇൻ ക്യൂബിക് മീറ്റേഴ്സ് ടു ബി എക്സ്കവേറ്റഡ് ഫ്രം ദ ബോറോ പിറ്റ് വിൽ ബി. ഇത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ESE യുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് വർഷമാണെന്ന് വെച്ചാൽ ഇത് ഒരു വർഷം ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. യെസ്, ആൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. ശ്രീനാഥ് CV ഒക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ എത്ര കുഴിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഫില്ല് ഉണ്ടാക്കിയാലും വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് വോളിയം ഓഫ് സോളിഡ്സ് മാറത്തില്ല. വോളിയം ഓഫ് സോളിഡ്സ് വിൽ ബി കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് സോളിഡ്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം V by 1 plus E. ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കേസിൽ വോളിയം ഓഫ് divided by 1 plus E1 is equal to second volume divided by 1 plus E2. Okay, first volume നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1,50,000 divided by 1.8 is equal to V2 divided by 1 plus 1.4. ഇതിൽ നിന്ന് you can calculate the value of V2. എത്ര കിട്ടുന്നത്? ഓപ്ഷൻ ബി. Volume of solids will not change. അത് തന്നെയാണ്. Volume of solids before compaction will be equal to volume of solids after compaction. Okay, എല്ലാവർക്കും കിട്ടിയല്ലോ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The saturated and dry densities of a soil are respectively 2,000 kilogram per meter cube and 1,500 kilogram per meter cube. The water content in percentage of soil in the saturated state would be. Saturated density, dry density നമുക്ക് തന്നിട്ടുണ്ട്. 2,000 ഉം 1,500. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ടർ കണ്ടന്റ്. Yes, water content of the sample 33.33. Option B 33.33. ഇത് ESE 1999 ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആണ്. നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ഡിവൈഡ് ബൈ 1 പ്ലസ് W. റിലേഷൻ വെച്ചിട്ടാണോ എല്ലാവരും ചെയ്തത്? യെസ്, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. യെസ്, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If a soil sample of weight 0.1 kg, 0.18 kg having a volume of 10 raised to minus 4 meter cube and dry unit weight of 1,000 kilogram per meter cube is mixed with 0.02 kg of water, then the water content in the sample would be.
ഒന്നുകൂടെ പറയാം. സോയിൽ സാമ്പിൾ ഉണ്ട്, അതിന്റെ വെയിറ്റ് 0.18 kg ആണ്, ഹാവിംഗ് എ വോളിയം ഓഫ് 10⁻⁻⁴ meter cube and dry unit weight of 1600 kilogram per meter cube is mixed with 0.02 kg of water, then the water content in the sample would be. Yes, 25%. വേഗം ആൻസർ വരുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1999 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കി, വാട്ടർ കണ്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇവിടെ എന്താണ്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 മീറ്റർ ക്യൂബ് നമ്മൾ സോയിൽ സാമ്പിൾ എടുത്താൽ അവിടെ ഉണ്ടാവുന്ന സോളിഡ്സിന്റെ വെയിറ്റ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡ്രൈ സോളിഡ്സിന്റെ വെയിറ്റ് 1600 ആണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് സോയിലിന്റെ വെയിറ്റ് 0.18 kg, വോളിയം 10⁻⁻⁴ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ 10⁻⁻⁴ മീറ്റർ ക്യൂബിന് എത്ര വരും? ഓക്കെ, അപ്പൊ നമുക്ക് 1 മീറ്റർ ക്യൂബിനാണ് ഇത്രയും സോളിഡ്സ്. അപ്പൊ 10⁻⁴ മീറ്റർ ക്യൂബിന് എത്ര വരും നമുക്ക് സോളിഡ്സ്? 10⁻1600 into 10⁻⁻⁴, 0.16 kg. ഓക്കെ, 25 കറക്റ്റ് ആൻസർ ആണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ? ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കപ്പം ടോട്ടൽ വെയിറ്റ് എത്ര ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0.18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ സോളിഡ്സ് 0.16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സോയിൽ, അതായത് 0.18 നിന്ന് എന്ത് കുറയ്ക്കുക? 0.16 കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? 0.02 kg വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതേ സോയിൽ നമ്മൾ അഡീഷണലി ഒരു 0.02 kg വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ടോട്ടൽ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വിൽ ബി ഈക്വൽ ടു നമുക്ക് ഓൾറെഡി കിട്ടിയ 0.02 പ്ലസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന 0.02. സോ നമ്മുടെ വാട്ടർ കണ്ടന്റ് 0.04. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? വാട്ടർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു weight of water by weight of solids. 0.04 divided by 0.16 into 100. 1/4 into 100 should be equal to 25%. Option B. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് പോറോസിറ്റി ഓഫ് എ സോയിൽ സാമ്പിൾ. ഇതൊന്നും എക്സ്പ്ലനേഷൻ വേണ്ട, നിങ്ങൾ തന്നെ ചെയ്ത് പറയാന്നതേ ഉള്ളൂ അല്ലേ? ദ വാല്യൂ ഓഫ് പോറോസിറ്റി ഓഫ് എ സോയിൽ സാമ്പിൾ in which total volume of the soil grains is equal to twice the volume of voids. അതായത് volume of solids is equal to twice volume of voids. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? പോറോസിറ്റി, ടോട്ടൽ വോളിയം. എത്ര വരും ആൻസർ? സിമ്പിൾ ആണ്. ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ 2 + 3 വോളിയം ഓഫ് വോയിഡ്സ്, 1/3, 0.33. 33.33%. സി ഒക്കെ ആൻസർ പറയുന്നു 50%. 66.66 ഒക്കെ പറയുന്നു. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ട്വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? വോളിയം ഓഫ് സോളിഡ്സ് ആണ് വോളിയം ഓഫ് വോയിഡ്സിന്റെ ട്വൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? നമുക്ക് 2 + 1 ടൈംസ് ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് വരത്തില്ലേ? അങ്ങനെയാണ് 3 ആയത്. ഡിനോമിനേറ്റർ ടോട്ടൽ വോളിയം ആണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്മൾ നന്നായി ഓരോ വാക്കുകളും നിർത്തി വായിച്ചിട്ട് വേണം സൊല്യൂഷനിലേക്ക് പോവാം കേട്ടോ.
Okay, next question നോക്കാം. A sample of saturated sand has a dry unit weight of 18 kilonewton per meter cube. Dry unit weight 18 kilonewton per meter cube ആണ്. Specific gravity of 2.7. If density of water is taken as 10 kilonewton per meter cube, then the void ratio of the sample. Simple ആണ്. Gamma dry is equal to G gamma W. .5 correct answer. എല്ലാവർക്കും 0.5 കിട്ടുന്നുണ്ടോ നോക്കൂ. കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha is the angle of crossing and then the number of crossing n according to the center line method is given by. If alpha is the angle of crossing, then the number of crossing n according to the center line method is given by. റെയിൽവേ എഞ്ചിനീയറിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റെയിൽവേ എഞ്ചിനീയറിംഗ് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നമുക്ക് അത്യാവശ്യം ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുന്നതാവും മേ ബി ബെറ്റർ. ബിക്കോസ് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. പക്ഷെ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കുകയും വേണം. എന്താണ് കറക്റ്റ് ആൻസർ? 0.5. അത് മുമ്പത്തെ ക്വസ്റ്റ്യൻ. യെസ്, 0.5 കറക്റ്റ് ആണ് തുഷാര. ഇതിന്റെ ആൻസർ പറയൂ. ആൽഫ ഇസ് ദ ആംഗിൾ ഓഫ് ക്രോസിംഗ്, ദെൻ ദ നമ്പർ ഓഫ് ക്രോസിംഗ് n അക്കോർഡിംഗ് ടു ദ സെന്റർ ലൈൻ മെത്തേഡ് ഇസ് ഗിവൺ ബൈ. നമുക്ക് ഈ ഒരു നമ്പർ ഓഫ് ക്രോസിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു വേഗ ഐഡിയ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ എ ആണ്. ഹാഫ് കോട്ട് ആൽഫ ബൈ 2 ആണ് കേട്ടോ. ഹാഫ് കോട്ട് ആൽഫ ബൈ 2 ആണ് നമ്പർ ഓഫ് ക്രോസിംഗ് n അക്കോർഡിംഗ് ടു ദ സെന്റർ ലൈൻ മെത്തേഡ്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സിയും ഡിയും ഉണ്ട്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൾസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. കോൾസ് മെത്തേഡ് വഴി കിട്ടുന്ന വാല്യൂ ആണ്. യെസ്, എ കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഐസോസ്ലെസ് ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതാണ് നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്നത്. ഇപ്പം 3 മെത്തേഡ്സ്: സെൻട്രൽ ലൈൻ മെത്തേഡ്, കോൾസ് മെത്തേഡ്, ഐസോസ്ലെസ് ട്രയാങ്കിൾ മെത്തേഡ്. അതിൽ 3 വാല്യൂസ്. ഹാഫ് കോട്ട്, ഇവർ തമ്മിൽ ജസ്റ്റ് ഒരു ഹാഫിന്റെ വ്യത്യാസമേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പ്ലെയിൻസ് മിനിമം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്സ്. വേഗം ആൻസർ പറഞ്ഞോളൂ, ടൈം കഴിയാറായിട്ടുണ്ട്. നമുക്ക് പ്ലെയിൻസിൽ മിനിമം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആസ് പെർ IRC ഫിക്സ് ചെയ്തിട്ടുണ്ട് വാല്യൂ. പ്ലെയിൻസിലും ഓക്കെ, പ്ലെയിൻസിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എ എന്തിന്റെ ആൻസർ ആണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ എ V²/R അതെന്തിൻ്റെയാണ്? ആരോ ഒരാൾ ആദ്യം ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയാൾ തന്നെ പറഞ്ഞോളൂ. വാട്ട് ഇസ്? യെസ്, ഹില്ലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡഡ് ഇൻ ഇന്ത്യൻ റെയിൽവേസ് ഓൺ ബ്രോഡ് ഗേജ് ഇൻ സെന്റിമീറ്റർ. Magnitude of super elevation provided in Indian railways on broad gauge. മൗണ്ടൈനസ് എന്നോ ഹില്ലിയോ അങ്ങനെയൊക്കെ പറയാം. 1.315 V²/R, 0.615 V²/R, 0.81 V²/R, 0.415 V²/R. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1.315 V²/R. E is equal to നമ്മുടെ ആൻസർ V²/127R ആണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബ്രോഡ് ഗേജ് ആണെന്ന് തന്നിട്ടുണ്ട്. ബ്രോഡ് ഗേജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? G is equal to 1.676 മീറ്റർ.
R ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ 1.315 V square by R എന്ന് വരും. ഓപ്ഷൻ എ. Next question. The shift of a transition curve of radius 300 meter and length 48 meter. Shift കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. Shift of a transition curve of radius 300 meter and length 48 meter. Yes, option A 0.32 meter ആണ്. 0.32 meter എങ്ങനെയാണ് വന്നത്? What is the equation for shift? L square by 24R. ഓപ്ഷൻ എ ആണ്. 0.32 meter. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചെയ്ത് ഇപ്പോൾ ഇക്വേഷൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. Okay, next question. Due to the slipping of wheels, rail forms. Option A, crushed head, battered ends, split head, horizontal fissure. Due to slipping of wheels, rail forms. വേഗം പറഞ്ഞോളൂ, കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, നമുക്ക് അതങ്ങ് തീർക്കാം, അല്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് വേണ്ടി ഇതിന്റെ ബാക്കിയായിട്ട്. യെസ്, ഓപ്ഷൻ എ ക്രഷ്ഡ് ഹെഡ്. നമ്മുടെ വീല് സ്ലിപ്പ് ചെയ്യുന്നതിന് കാരണം റെയിൽസിന്റെ ഹെഡ് ക്രഷ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ എന്റെ കൺസെപ്റ്റ്. Widening of gauges provide if the degree of curve is option A 3 degree or less, 3 degree to 4.5, more than 4.5, none of these. Widening, നമ്മൾ എക്സ്ട്രാ വൈഡനിങ് റോഡിൽ പറയുന്ന പോലെ widening of gauges provided if the degree of curve is, degree of curve എത്രയിൽ കൂടി കഴിഞ്ഞാൽ 3 degree or less, 3 to 4.5, more than 4.5, none. കുറച്ച് താമസിച്ചാണ് എനിക്ക് കമന്റ്സ് വരുന്നത്. ഇതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ എ പറയുന്നത് അതോ മുന്നത്തെ ആണോ ഓപ്ഷൻ എ പറയുന്നത്? ത്രീ ഡിഗ്രി ഓർ ലെസ് അല്ല, മോർ ദാൻ 4.5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. Widening of gauge is provided if degree of the curve is more than 4.5 degree. Next question. Calculate the design rate of super elevation on a 3 degree horizontal curve for a narrow gauge track if design velocity on the curve is 70 km/h. Calculate the design rate of super elevation on a 3 degree horizontal curve for a narrow gauge track if design velocity on the curve is 70 km/h. 4 degree, 4.5, 4 degree. Correct answer, Sujit Kumar. എന്താണ് നമ്മുടെ ഇക്വേഷൻ? E is equal to gv square by 127r. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്, നാരോ ഗേജ് ആണെന്ന് തന്നിട്ടുണ്ട്, ആറാണ് കണ്ടുപിടിക്കുക. ആറ് അറിയത്തില്ല, അപ്പൊ ആറ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ. ഡിഗ്രി ഓഫ് കർവ് നമുക്ക് തന്നിട്ടുണ്ട് 1720 by d, ദാറ്റ് ഇസ് 1720 by 3. 0.051 is a correct answer. വേഗം ചെയ്യണം, ഇതുപോലെ സ്പീഡിൽ ചെയ്തോളൂ. അപ്പൊ നമുക്ക് കിട്ടുക 573 മീറ്റർ എന്ന് കിട്ടും റേഡിയസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഗേജ് എത്രയാണ്? നമുക്ക് നാരോ ഗേജ് ആൻഡ് 0.762 ഇൻറ്റു സ്പീഡ് 70 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു 6 573 ചെയ്യുമ്പോൾ നമുക്ക് 0.051. ഓപ്ഷൻ എ. ചെയ്യാത്തവർ സെഷൻ കഴിഞ്ഞ് ഒന്ന് സ്പീഡപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നാളത്തെ സെഷനിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെല്ലാം ഞാൻ തന്നിട്ടുണ്ടല്ലോ. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ബി ദ കറന്റ് എഫിഷ്യൻസി ഇൻ സെന്റിമീറ്റർ ഇഫ് മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ 5 degree curve ഫോർ എ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇസ്
110 km/h and average speed of the train is 85 km/h. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Kant efficiency ആണ് കണ്ടുപിടിക്കേണ്ടത്. The maximum safe speed on a 5 degree curve of broad gauge track. Broad gauge track ആണ്, 5 degree curve ആണ് അവിടെ ഉള്ളത്. അവിടെയുള്ള മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 110 km/h ആണ്. ആവറേജ് സ്പീഡ് 85 km/h ആണ്. അങ്ങനെയാണെങ്കിൽ കാണ്ട് എഫിഷ്യൻസി ഇൻ സെന്റിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.676 മീറ്റർ. നമുക്ക് ഇതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാം. 1720 divided by 5 ചെയ്യുക. So you will get the value as 344 മീറ്റർ. ഇനി നമുക്ക് ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാക്സിമം സേഫ് സ്പീഡും തന്നിട്ടുണ്ട്. രണ്ടിനും നമുക്ക് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ ജി വി ഫസ്റ്റ് നമുക്ക് ആവറേജ് അല്ലെങ്കിൽ മാക്സിമം ജി വി മാക്സ് സ്ക്വയർ ബൈ 127R. രണ്ടാമത്തെ കേസിൽ ജി വി ആവറേജ് സ്ക്വയർ ബൈ 127R. 10 ആൻസർ. യെസ്, ഓപ്ഷൻ ബി 10 ആണ് കറക്റ്റ് ആൻസർ. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി, കാണ്ട് എഫിഷ്യൻസി കിട്ടും. ഇങ്ങനെ തന്നെയല്ലേ 10 കിട്ടിയ രണ്ടാൾക്കാരും ചെയ്തത്? വിപിൻ, ശ്രീനാഥ്, ഇവർ രണ്ടുപേരുമാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആവറേജ് 85 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 0.277 മീറ്റർ എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 110 സ്ക്വയർ മാക്സിമം 110 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 0.464 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മീറ്റർ ആണ്, സെന്റിമീറ്ററിലാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് കൺവേർട്ട് ചെയ്താലും മതി. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 18.7 സെന്റിമീറ്റർ എന്തോ വരും. നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 സെന്റിമീറ്റർ എന്നാണല്ലോ. സോ 10 ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. 18 ആണ് കിട്ടുക, അതിലേക്ക് പോവാതിരിക്കുക ആൻസർ. ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, അപ്പോൾ രണ്ടാൾക്കാർക്ക് ആൻസർ കിട്ടിയിട്ടുള്ളൂ. ഇത് 18 ആണ് കിട്ടുക. ഡോണ്ട് ഗോ ഫോർ ദാറ്റ് ആൻസർ. 10 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10. ഇതാണ് നമുക്ക് ശരിക്കും റെയിൽവേയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് മാക്സിമം. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ. നമുക്ക് നാളത്തെ സെഷനകത്ത് നമ്മുടെ ഓവർഹാങ് ബീമിൽ ആ ഒരു സെന്റർ ആ ഒരു സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് എല്ല് വരുന്നതും അല്ലാതെ ടോട്ടൽ ലെങ്ത് എല്ല് വരുന്ന രണ്ട് കേസും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഡിസൈനിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. കമ്പൈൻഡ് ആയിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, ദാറ്റ് ലിമിറ്റിംഗ് പോയിന്റ് ഇസ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഹിയർ. യെസ്, ലിമിറ്റിംഗ് പോയിന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മൾ നേരെ പോയിട്ട് ആ ഒരു കാര്യം എഴുതിയിരുന്നെങ്കിൽ 18 കിട്ടിയിട്ട് 18 ഓപ്ഷനിൽ തരുകയും ചെയ്യും. നമുക്ക് PSC ആണെങ്കിൽ വേണമെങ്കിൽ ഓപ്ഷൻ എയും തരും. അപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ഇത് പോയി എഴുതുകയും ചെയ്യും. സോ അത് തെറ്റും. സോ നമുക്ക് ആ ഒരു ലിമിറ്റിംഗ് പോയിന്റ് എന്നുള്ള 10 അത് മനസ്സിൽ വേണം എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ കാണ്ട് എഫിഷ്യൻസിയുടെ പ്രോബ്ലം ഇട്ടത്. സാധാരണ നമുക്ക് നോർമലി ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്പീഡും വെച്ച് നമ്മൾ വേഗം ഈ കണ്ടുപിടിക്കും. എന്നിട്ട് ആ ആൻസറിലേക്ക് പോകുമ്പോൾ പലപ്പോഴും തെറ്റാറുണ്ട്. പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടാകുമോ? പ്രോബ്ലംസ് ഉണ്ടാവും, ഉണ്ടാവത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഉണ്ടാവുന്ന തന്നെ പ്രതീക്ഷിക്കാം. അത് പോസിറ്റീവ് സൈഡ്. സാധാരണ ഈ എക്സാംസിന് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്കിപ്പം ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ എക്സാം ഒരു പ്രോബ്ലം പോലും ഇല്ലാതെ ചോദിച്ചല്ലോ, അതുകൊണ്ട് എന്നാലും പ്രോബ്ലംസ് ഉണ്ടാവും. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ആയിരിക്കത്തില്ല, ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊക്കെ ആയിരിക്കും. ഏതായാലും പ്രോബ്ലംസ് കൂടി ചെയ്ത് പഠിച്ചോളൂ. പ്രോബ്ലംസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ തിയറി പഠിക്കുകയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിയറി കുറച്ച് കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് റിഫ്രഷ് ചെയ്തെടുക്കാനും പറ്റും. അതുകൊണ്ട് പ്രോബ്ലം എന്തായാലും പഠിക്കാതിരിക്കേണ്ട. പ്രോബ്ലം ചോദിച്ചാൽ പിന്നെ നമ്മൾ പെട്ടുപോകും. ഫുൾ പ്രോബ്ലംസ് ഉള്ള പ്രോബ്ലം സ്പീഡിൽ ചെയ്യാൻ പറ്റണില്ല. അത് സ്പീഡ് കൊണ്ടുവരണം, പ്രാക്ടീസിലൂടെ തന്നെ കൊണ്ടുവരണം. നമുക്ക് പ്രത്യേകിച്ച് ഈ ടൈമിൻ്റെ ഒരു ഇഷ്യൂ വരാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ക്ലോക്ക് ഇല്ലാത്ത ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം അത് എപ്പോഴും മനസ്സിൽ വേണം. അത് നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് ടൈം എടുത്ത് കാൽക്കുലേഷന് ടൈം കളയാതിരിക്കുക കേട്ടോ. നമ്മൾ 1 hour ആണെങ്കിൽ ഇപ്പം ഇന്ന് 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
നമുക്ക് നാളത്തെ ദിവസം അതുപോലെ തന്നെ 30 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു കോപ്പറേഷൻ കൂടി വേണം. നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എയർപോർട്ട്, ടണൽ ആൻഡ് ഹാർബർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, എന്തായാലും എയർപോർട്ടും ടണലും ഹാർബറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അർബൻ പ്ലാനിങ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റെയിൽവേ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത്. ബാക്കി നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണെങ്കിലും കുറേയൊക്കെ തന്നെ ചെയ്ത് പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാവുന്ന. ട്രാൻസ്പോർട്ടേഷനിൽ ട്രാഫിക് എഞ്ചിനീയറിംഗ് നന്നായി പഠിച്ചോളൂ. ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നമ്മുടെ SK കന്നഡ ബുക്കിൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തന്നെ ഒന്ന് വായിച്ച്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും മെജോറിറ്റി കാര്യങ്ങളും, എന്നിരുന്നാലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചൊന്ന് മറച്ചു കൊണ്ടുപോകുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുനിന്ന് വരും. ഓക്കെ, എയർപോർട്ട്, ടണലും ഹാർബറും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു. ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടി. എന്തായാലും നമുക്ക് സെഷൻസ് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും മോട്ടിവേഷനാണ്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി വരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്. ഓക്കെ, ലാസ്റ്റ് എക്സാം ലീഡ് ടു ഡിസ്കറേജ്മെന്റ് ഇൻ അവർ മൈൻഡ്, സ്റ്റഡീഡ് മച്ച് ബട്ട് നോട്ട് അപ് ടു ബെറ്റർ ലെവൽ, ഫെഡ് അപ്പ് മച്ച് ബിക്കോസ് കട്ട് ഓഫ് വിൽ. അതാ, യെസ്, അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒരുപാട് കൂടത്തില്ല എന്ന് പറയാൻ ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേക്കൻസി ഇല്ലാത്ത പോസ്റ്റാണ് ഇത്രയും എളുപ്പമുള്ള എക്സാം വന്നെങ്കിൽ ഓഫ് കോഴ്സ് കട്ട് ഓഫ് നമുക്കൊരു വലിയൊരു നമ്പർ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉള്ള പോസ്റ്റുകളാണ്. എക്സാം പക്ഷെ ഇത്രയും സിമ്പിൾ ആക്കേണ്ടിയിരുന്നില്ല. അത് എല്ലാവരുടെ ഒപ്പീനിയൻ പോലെ തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നമുക്ക് ഭയങ്കര ഈ എക്സാമിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയാറുള്ളൂ, ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എക്സാം ഒരുപാട് ബുദ്ധിമുട്ടുമല്ല, എളുപ്പവും ആവരുത്. ഒരു മീഡിയം ലെവലിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷൻസിൽ ഒരു എന്താ പറയുക, ആംബിഗ്വിറ്റി നമ്മൾ കണ്ടുവരണം. അല്ല നമ്മൾ സിംപ്ലി ഡയറക്റ്റ്ലി ഇതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫസ്റ്റ് ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഓരോ മാർക്കും നെഗറ്റീവ് വരെ നമ്മൾ കൗണ്ട്സ് ഒരുപാട് നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോകും. അപ്പം പിന്നെ കട്ട് ഓഫും ഈ പറഞ്ഞ എല്ലാം ശരിയാവുന്നവർക്ക് അനുസരിച്ച് കട്ട് ഓഫും കൂടും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മുടെ പോളിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്നും ആയിട്ടില്ല. പോള് ഏകദേശം നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ ആയി കഴിഞ്ഞാൽ പോൾ എന്തെങ്കിലും റിലീസ് ചെയ്യാൻ പറ്റും. എന്നാലേ നമുക്ക് ഒരു അറൗണ്ട് എത്ര കട്ട് ഓഫ് വരും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസിന് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യുന്നതും ഒരു വേഗ് ആയിട്ട് തന്നെ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഡിസ്കറേജ് ഒന്നും ആയി പോവണ്ട, പഠിക്കുക. നമുക്ക് കൊടുക്കാനുള്ള മാക്സിമം കൊടുക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എക്സാം എളുപ്പമാണെങ്കിലും ഹാർഡാണെങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്തിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എക്സാം നല്ല ബുദ്ധിമുട്ട്, PWD നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുപോലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിൽ അതിൽ കാര്യമില്ല. ഫൈനൽ കീ ഒരു 2 months 1.5 months വരണം. അതിൽ ചലഞ്ച് ചെയ്യാനുള്ളതൊക്കെ ചലഞ്ച് ചെയ്യുക. പ്രോബ്ലംസിന് ടൈം കൂടുതൽ എടുക്കുന്നു എന്ന് MP പറയുന്നുണ്ട്. ടൈം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനൊക്കെ കുറച്ച് സ്പീഡപ്പ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അത് വേറെ വഴിയില്ല അതിനകത്ത്. ഓക്കെ, ഫൈനൽ കീ വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം. നിങ്ങളിപ്പം ഈ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നോക്കാം എങ്ങനെയുണ്ട് എക്സാം എന്നുള്ളത്. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.